മാഷാ അല്ലാ, പണിയൊക്കെ എടുക്കണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാ, റാത്ത് ചെക്കൊരു ചെമ്പ് ഏറ്റിയതാ വരുന്നു. കൽക്കത്ത നഗരത്തിലൂടെയുള്ള നൈറ്റ് റൈഡൊക്കെ വന്ന് കഴിഞ്ഞിക്കാണ്ടേ 10 മിനിറ്റ് റൂമിലിങ്ങനെ റെസ്റ്റ് എടുത്ത് ഒരുമിച്ചിരുന്നുള്ള സംസാരവും നമ്മളാ ഫോണുമ്മ തോണ്ടലും അതൊരു പ്രത്യേക ഫീലാണ്. മുമ്പൊക്കെ നോക്കി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി മേലെ നമ്മൾ യൂണിറ്റ്സിൻ്റെ റൂമിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് അടിയിൽ കിച്ചണിൽ പോയിട്ടാണ് കഴിക്കണത്. കഴിക്കാൻ വേണ്ടി ടേബിളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് എല്ലാവരും വിളിച്ച് നമുക്ക് 2 സ്പെഷ്യൽ ഗസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് ഇതാക്കണ ഒരു ഭാഗത്ത് വിളമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ഫീൽ. നല്ല നാടൻ ബീഫും നെയ്ച്ചോറും കറിയും ഒരു രക്ഷയില്ല. അതിക്കുള്ള അച്ചാറും ചമ്മന്തൊക്കെ പാടായിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് നമ്മളെ സുഹൃത്തിൻ്റെ ഉപ്പുണ്ട്, പിന്നെ മുബുവിൻ്റെ സ്പെഷ്യൽ വിളമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂണിസിൻ്റെ വെപ്പും ഇബ്രുവിൻ്റെ പിന്നെ ഒരു മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞത് ഇബ്രുവും ജാവും എല്ലാവരും പാടെ കൂടിയിട്ടുള്ള അത് നോക്കിയാണെങ്കിൽ അതിൻ്റെ ആ ബീഫ് ഫ്രൈ ആക്കിയിട്ട് ഗ്രേവിയിൽ ഇങ്ങോട്ടേ നല്ലൊരു പിടുത്തം അങ്ങോട്ട് പിടിച്ചാണ്ടല്ല പിടിച്ചിട്ട് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊരു മുളകൊക്കെ കടിച്ചിട്ട് മോനെ ഹാപ്പി മാൻ, ഹാപ്പി ലൈഫ്. കറി ആരുണ്ടാക്കി അറിയങ്ങൾക്ക്? കേരളത്തിലെ നിലവിലെ നമ്പർ 1 ഷെഫ് ഇതാകണം അൽ യൂനുസ് ഹാജി. അതിക്ക് മുളകിട്ടതും ഉള്ളി അരിഞ്ഞതും വാട്ടിയതും മല്ലിച്ചപ്പ് ഇതാക്കിയതും ഇതാകണം മുബസ്സിർ മുത്തക്കി. അതിലോട്ട് 10 മിനിറ്റ് നേരം നോക്കി നിന്ന് കൊതിയൂറിയത് അനീസ് ഹംദക്കി. അവസാനം അത് മുകളിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്നത് ഇബ്രുവാൻ ജാവി. പക്ഷെ ഇതൊന്നും അല്ല ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറയണത്. ഏറ്റവും ലാസ്റ്റ് ഇത് നല്ല നേക്കിൽ ഒരു റിസ്ക് കൊടുക്കാതെ തിന്നുന്നത് ഇറ്റ്സ് മീ. ഒക്കെ ഒരു നേക്ക. ഈ ഒരു ഫുഡിലോട്ട് നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ ഫാദർജി മുപ്പരാണ് നമ്മളത് ഗസ്റ്റ്. മുപ്പര അഭിപ്രായത്തിനാണ് നമ്മൾ ഏറ്റവും വില കൽപ്പിക്കുന്നത്.